എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഗുരുവായൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ 3 തരത്തിലാണുള്ളത്. നമുക്ക് ഗുരുവായൂർ ഉത്സവത്തിനെ കുറിച്ച് സംസാരിക്കാം. പ്രധാനമായിട്ടും പറഞ്ഞല്ലോ 3 തരത്തിലുള്ള ഉത്സവങ്ങളാണുള്ളത്. മുളയിട്ട് കൊടി കയറുന്ന അങ്കുരാതി ഉത്സവം, മുളയിടാതെ കൊടി കയറുന്ന ധ്വജാതി, മുളയിടലും കൊടി കയറ്റവും ഇല്ലാതെ തന്നെ കൊട്ടിപ്പുറപ്പെടുന്ന പടഹാതി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഉത്സവങ്ങൾ. അപ്പൊ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കപ്പെടുന്ന അങ്കുരാതിയാണ്. ഗുരുവായൂർ ഉത്സവം 10 ദിവസത്തോളം നീളുന്നതാണ്. ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിലാണ് കൊടിയേറുന്നത്. പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസം വേണം കൊടിയേറ്റം എന്നാണ് ചിട്ട. കൊടിയേറ്റത്തിന് തൊട്ടു മുമ്പ് മുളയിടൽ ചടങ്ങുള്ളത് കൊണ്ടാണ് ഗുരുവായൂർ ഉത്സവം അങ്കുരാതിയാകുന്നത്. എന്നാൽ ഉത്സവത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം കൊടിയേറ്റത്തോടെയാണ്. അവസാന ദിവസം രാത്രി ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള രുദ്രതീർത്ഥ കുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉത്സവത്തിന് മുന്നോടിയായിട്ട് 1971 മുതൽ തുടർച്ചയായിട്ട് സഹസ്രകലശം നടത്തി വരുന്നുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ പോലും വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് സഹസ്രകലശമൊക്കെ നടത്തുക. പക്ഷെ ഗുരുവായൂരിലെ എല്ലാ വർഷവും ഇത് നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. കൂടാതെ വിശേഷപ്പെട്ട എല്ലാ വാദ്യപ്രകടനങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഉണ്ടായിട്ടും വെടിക്കെട്ടില്ലാത്ത ഉത്സവം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഗുരുവായൂർ ഉത്സവത്തിനുണ്ട്. ഇനി കൊടിയേറ്റത്തിന് ഒരാഴ്ച മുമ്പാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള കലശ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. ആദ്യ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര നാലമ്പലത്തിനകത്തുള്ള വടക്കേ വാതിൽ മാടത്തിൽ വെച്ച് ആചാര്യവരണം നടത്തും. ക്ഷേത്രം ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി നമ്പൂതിരി തന്ത്രി പുഴക്കര ചേന്നാസ് നമ്പൂതിരിപ്പാടിന് ഉത്സവത്തിനുള്ള കൊടിക്കൂറയും പവിത്ര മോതിരവും കൈമാറുന്ന ചടങ്ങാണ് ആചാര്യവരണം. ശുദ്ധമായിട്ടുള്ള പട്ടിൽ നിർമ്മിച്ചു കൊണ്ടുവരുന്ന 7 നിറങ്ങൾ തുന്നിച്ചേർത്ത കൊടിക്കൂറയുടെ നീളം 10.25 അടിയും വീതി 15 ഇഞ്ചുമാണ്. ഇത് കെട്ടാനുള്ള കയറിന്റെ നീളം 165 അടിയും. പിന്നെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിൽ സ്ഥിതി ചെയ്യുന്ന വെളിയത്താംപറമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്ത് ഭഗവദ്വാഹനായിട്ടുള്ള ഗരുഡന്റെയും മറുവശത്ത് ആയുധമായിട്ടുള്ള സുദർശന ചക്രത്തിന്റെയും രൂപങ്ങളൊക്കെ തുന്നിച്ചേർത്തിട്ടുണ്ടായിരിക്കും. തുടർന്ന് നാലമ്പലത്തിനകത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മുളയറ എന്നറിയപ്പെടുന്ന മുറിയിൽ വെച്ച് മുളയിടൽ ചടങ്ങ് നടത്തും. ഈ മുളയിടൽ ചടങ്ങ് നടത്തുന്ന മുറിയായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മുളയറ എന്ന പേര് വന്നത് തന്നെ. മുറി ശുദ്ധിയായിട്ട് അലങ്കരിച്ച ശേഷം അവിടെ പത്മട്ട്, നവര, നെല്ല്, യവം, തീന, വൻപയർ, ഉഴുന്ന്, എള്ള്, തുവര, കടുക്, ചാമ, മുതിര, ചെറുപയർ, അമര ഇതിന്റെ എല്ലാം വിത്തുകൾ നനച്ച് 16 പാലികകളിലാക്കിയിട്ട് പൂജിച്ച ശേഷം സോമനെ ആവാഹിച്ച് മുളയറയിൽ വെക്കുന്നതാണ് മുളയിടൽ. തുടർന്നുള്ള എല്ലാ ദിവസവും മുളപൂജയുണ്ടാവും. ആറാട്ട് സമയമാവുമ്പോഴേക്കും മേൽപ്പറഞ്ഞ ധാന്യങ്ങളുടെ വിത്തുകളൊക്കെ മുളച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കലശത്തിന്റെ 2ാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ ശുദ്ധി നടത്തും. ക്ഷേത്രത്തിലും പരിസരത്തും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിട്ടുള്ള എല്ലാ ശുദ്ധികളും നീക്കം ചെയ്യുന്ന സങ്കല്പത്തിലുള്ള ഒരു ചടങ്ങാണിത്. ഇതുകൂടാണ്ട് അസ്ത്രകലശ പൂജ ഉണ്ടായിരിക്കും. വാസ്തുഹോമം, വാസ്തുകലശ പൂജ, രക്ഷോഗ്ന ഹോമം, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം ഇതെല്ലാം നടത്തപ്പെടുന്നുണ്ട്. 3ാം ദിവസം ബിംബശുദ്ധിയും ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യ, പഞ്ചകലശാഭിഷേകങ്ങള്, മഹാകുംഭ കലശാധിവാസം. 4ാം ദിവസം മഹാകുംഭ കലശാഭിഷേകവും പ്രായശ്ചിത്ത ഹോമം, അതിനോടനുബന്ധിച്ച് കലശാഭിഷേകം. 5ാം ദിവസം ശാന്തി ഹോമം, അദ്ഭുത ശാന്തി ഹോമം, അതിനോടനുബന്ധിച്ച് കലശാഭിഷേകം. 6ാം ദിവസം ന്യായശാന്തി, ചോരശാന്തി ഹോമങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കലശാഭിഷേകങ്ങളും നടത്തും. അങ്ങനെ ശ്രീകോവിലിന് മുന്നിൽ നമസ്കാര മണ്ഡപത്തിൽ വെച്ചിട്ട് തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ ഹോമങ്ങളും പൂജകളും എല്ലാം നടക്കുന്നത്. ഓദിക്കന്മാരൊക്കെ സഹകാർമ്മികരായിട്ട് ഉണ്ടായിരിക്കും. 7ാം ദിവസം നടത്തുന്ന തത്വകലശാഭിഷേകവും 8ാം ദിവസം നടത്തുന്ന ബ്രഹ്മകലശത്തോടു കൂടിയ സഹസ്രകലശാഭിഷേകവും അതിവിശേഷാണ്. ക്ഷേത്ര ചൈതന്യ വർധനവിന് നടത്തുന്ന അതിബൃഹത്തായിട്ടുള്ള താന്ത്രിക ക്രിയകളാണ് ഇത് രണ്ടും. 1970 ഉത്സവ കാലത്ത് മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ദ്രവ്യകലശം മാത്രമാണ് ഉണ്ടായിരുന്നത്. 70 നവംബറിൽ 30-നുണ്ടായ തീപിടുത്തത്തിന് ശേഷമാണ് ഇതിന്റെ പരിഹാരക്രിയ എന്ന നിലയിലാണ് സഹസ്രകലശം നടത്തി തുടങ്ങിയത്. നിലവില് കേരളത്തിൽ എല്ലാ വർഷവും സഹസ്രകലശം നടത്തുന്ന ഏക ക്ഷേത്രം ഗുരുവായൂരാണ്. മഹാവിഷ്ണുവിന്റെ 25 തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന 25 കലശങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അഭിഷേക ചടങ്ങാണ് തത്വകലശം എന്നറിയപ്പെടുന്നത്. തത്വകലശാഭിഷേകത്തിന് തൊട്ടു മുമ്പാണ് തത്വഹോമം നടത്തുന്നത്. ഇതും ഈ സങ്കല്പത്തിൽ നടത്തുന്നത് തന്നെയാണ്. അതിനുശേഷം മരപ്പാണി കുട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന കലശങ്ങൾ തന്ത്രി ഓരോന്നായിട്ട് അഭിഷേകം ചെയ്യുന്നു. ഇതിനുശേഷം സഹസ്രകലശ പൂജ ഉണ്ടായിരിക്കും. തലേ ദിവസം കൂത്തമ്പലത്തിലെ പത്മ ഇട്ട് നിരത്തി
വെച്ച 975 വെള്ളിക്കുടങ്ങളും 26 സ്വർണ്ണക്കുടങ്ങളും വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ശേഷമാണ് പൂജ നടത്തുന്നത്. കുടങ്ങളും പ്രത്യേക രീതിയിൽ നിരത്തിവെച്ച ശേഷം ഇതിൽ ഓരോന്നിലും സ്വർണ്ണക്കുടം നടുക്ക് വരുന്ന രീതിയിലാണ് പൂജ നടത്തുക. തുടർന്ന് രുദ്രതീർത്ഥത്തിലെയും രുദ്രകൂപത്തിലെയും വിശുദ്ധ ജലം കൊണ്ട് ഇവ നിറച്ചു വെക്കും. പിറ്റേന്ന് രാവിലെ സഹസ്രകലശ ചടങ്ങുകളെല്ലാം തുടങ്ങായി. ഇതിനോടനുബന്ധിച്ച് നിറച്ചു വെച്ചിട്ടുള്ള ഓരോ കലശവും ക്രമത്തിൽ തന്ത്രി അഭിഷേകം ചെയ്യുന്നു. വിശദമായിട്ടുള്ള താന്ത്രിക ക്രിയകളാണ് ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നത്. ഏറ്റവും അവസാനമായിട്ട് അതിവിശേഷമായിട്ടുള്ള ബ്രഹ്മകലശം അഭിഷേകം ചെയ്യും. ഇതിനുശേഷം ഉച്ചപൂജയും അത് കഴിഞ്ഞ് നടയടയ്ക്കുകയും ചെയ്യും. അപ്പോഴേക്കും ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതോടെ കലശ ചടങ്ങുകൾക്കും പരിസമാപ്തിയാവുകയാണ്. ഇനി കൊടിയേറ്റ ദിവസമായിട്ടുള്ള പൂയം നാളിലെ രാവിലെ ആനയില്ലാത്ത ശീവേലിയാണ് നടത്തുന്നത്. ഗുരുവായൂരപ്പന് സ്വന്തമായിട്ട് ആനയില്ലാണ്ടിരുന്ന കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നൊരു ചടങ്ങാണ് ആനയില്ലാ ശീവേലി. അന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പ്രസിദ്ധമായിട്ടുള്ള ആനയോട്ടം. ഗുരുവായൂരപ്പന് സ്ഥിരമായിട്ട് ആനകളെ അയച്ചിരുന്ന കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രം ഒരു വർഷത്തിൽ ഉത്സവത്തിന് ആനകളെ അയക്കില്ല എന്ന് പറയും. അന്നേ ദിവസം തന്നെ ഉച്ചതിരിഞ്ഞ് ആനകൾ കൂട്ടമായിട്ട് ഗുരുവായൂരിലേക്ക് ഓടിയെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ആനയോട്ടം നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള മഞ്ജുലാലിൽ നിന്ന് ക്ഷേത്ര ഗോപുരം വരെയാണ് ആനയോട്ടം നടത്തുന്നത്. ഇതിനായിട്ട് ചില ആനകളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ക്ഷേത്രത്തിലെ നാഴികമണി 3 അടിച്ചു കഴിഞ്ഞാൽ ആനയോട്ടം തുടങ്ങായി. ആനകളോടൊപ്പം പാപ്പാന്മാരും ഓടും. ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന കൊടിമരത്തിൽ തൊടുന്ന ആനയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക. ഈ ആന പിന്നീട് ഉത്സവം കഴിയണ വരെ ക്ഷേത്രത്തിൽ തന്നെ കഴിയും. ഉത്സവത്തിന് തിടമ്പേറ്റാനുള്ള അർഹതയും ഈ ആനയ്ക്കായിരിക്കും. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം 2ാമത്തെ ആചാര്യഭരണം നടക്കും. ക്ഷേത്രത്തിൽ വെക്കാനുള്ള ദിക്കുകൊടികളാണ് ഈ അവസരത്തിൽ വാങ്ങുന്നത്. ഇതിനുശേഷം സപ്തവർണ്ണക്കൊടി ഭക്തി പുരസ്സരം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പൂജിക്കുകയും വിശദമായിട്ടുള്ള താന്ത്രിക ക്രിയകൾക്കൊടുവിൽ വാദ്യമേളങ്ങളുടെയും ഭക്തകണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന നാരായണ നാമജപത്തിൻ്റെയും അകമ്പടിയോടെ കൊടിക്കയറിൽ കെട്ടി കൊടിമരത്തിൽ കൊടിയേറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കൊടിയേറ്റം കഴിഞ്ഞ് നടക്കുന്ന വിളക്കിന് കൊടിപ്പുറത്ത് വിളക്കെന്നാണ് പേര്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശ്രീഭൂതബലി ഉണ്ടായിരിക്കും. 3 നേരം കാഴ്ചശീവേലികൾ, അത്താഴപൂജയ്ക്ക് ശേഷം സ്വർണത്തിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിലുള്ള ദീപാരാധന, ഇതെല്ലാം വിശേഷമാണ്. ഈ ദിവസങ്ങളിൽ എഴുന്നള്ളത്തുകൾക്ക് കൊടി, തഴ, സൂര്യമറ, മുത്തുകുട, പട്ടുകുട, കുത്തുവിളക്കുകൾ, വെൺചാമരം, ആലവട്ടം തുടങ്ങി വിശേഷാൽ അലങ്കാരങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ഗുരുവായൂരും കേരളം മുഴുവനും ആഘോഷലഹരിയിൽ അമരുന്ന ദിവസങ്ങളാണ്. 2ാമത്തെ ദിവസം രാവിലെ തന്നെ ശ്രീഭൂതബലിക്ക് ശേഷം ക്ഷേത്രത്തിൽ 10 ദിക്കുകളിലായിട്ട് ദിക്കുകൊടികൾ സ്ഥാപിക്കും. ഉത്സവം നടത്തിപ്പിൻ്റെ ജോലി ഭഗവാൻ പാർഷദന്മാരെ ഏൽപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ദിക്കുകൊടികൾ സ്ഥാപിക്കുന്നത്. ഭഗവാന്റെ പാർഷദന്മാരായ കുമുദൻ കിഴക്ക് ദിക്ക്, കുമുദാക്ഷൻ തെക്ക് കിഴക്ക്, പുണ്ടരീകൻ തെക്ക്, വാമനൻ തെക്ക് പടിഞ്ഞാറ്, ശംഖുകർണൻ പടിഞ്ഞാറ്, സർവനേത്രൻ വടക്ക് പടിഞ്ഞാറ്, സുമുഖൻ വടക്ക്, സുപ്രതിഷ്ഠൻ വടക്ക് കിഴക്ക് എന്നിവരെ അതത് ദിക്കുകളിൽ കുടിയിരുത്തുന്നത് കൂടാതെ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിൽ അയ്യപ്പനെയും തെക്ക് ഭാഗത്ത് ഭദ്രകാളിയെയും പ്രതിനിധീകരിച്ചും കൊടികൾ നാട്ടുന്നുണ്ട്. പ്രധാന കൊടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ തുണിയിൽ നിർമ്മിച്ചവയാണ് ദിക്കുകൊടികൾ. ഇതിന് കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുക. ദിക്കുകൊടികളുടെ സ്ഥാപനം കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ഉത്സവം പൂർണ്ണ തോതിലാവും. പഞ്ചാരി, പാണ്ഡിമേളങ്ങൾ, തായമ്പക, നാദസ്വരം, വിശേഷാൽ കാഴ്ച ശിവേലികളും, മതിലകത്ത് തെക്കുകിഴക്കേ മൂലയിലുള്ള കൂത്തമ്പലത്തിൽ നടക്കുന്ന ചാക്യാർ കൂത്തും, പ്രദക്ഷിണ വഴിയിലെ പാഠകവും, ക്ഷേത്രത്തിന് പുറത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ സംഗീത നൃത്ത പരിപാടികളും ഈ ദിവസങ്ങളെ വളരെ ഗംഭീരാക്കുകയാണ്. പ്രഗത്ഭരായിട്ടുള്ള നിരവധി കലാകാരന്മാരും കലാകാരികളും ഈ അവസരത്തിൽ ഗുരുവായൂരിലെത്തി പരിപാടികൾ നടത്താറുണ്ട്. ഇതുകൂടാതെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഉത്സവക്കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഇത് വളരെ വിശേഷമാണ്. ഇത് കഴിക്കാൻ എത്രയോ ആളുകളാണെന്നോ പതിവായിട്ട് വരുന്നത്. ക്ഷേത്രം ഊട്ടുപുരയിലും പുറത്തുള്ള അന്നലക്ഷ്മി ഹാളിലും ഇതിനായിട്ട് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇനി ഉത്സവത്തിൻ്റെ 8ാം ദിവസമാണ് ഉത്സവത്തിനിടയിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായിട്ടുള്ള ഉത്സവ ബലി ദർശനം. നിത്യേന ക്ഷേത്രത്തിൽ നടക്കുന്ന ശീവേലിയുടെയും അതുപോലെ ഉത്സവകാലത്ത് മറ്റ് ദിവസങ്ങളിലുള്ള ശ്രീഭൂതബലിയുടെയും വിശദമായിട്ടുള്ള രൂപമാണ് ഉത്സവബലി. ഈ അവസരത്തിൽ സാധാരണയായിട്ട് ബലി തൂകാത്ത സ്ഥലങ്ങളിലും ബലി തൂകാറുണ്ട്. രാവിലെ പന്തീരടി പൂജ കഴിഞ്ഞാണ് ബലി തൂകൽ നടക്കാറുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്ത്രി, ശാന്തിക്കാർ, വാദ്യക്കാർ, കഴകക്കാർ ഇവർക്ക് ദക്ഷിണ നൽകുന്നത് പതിവാണ്.
ഇതിനുശേഷം ബലി തൂകുന്നതിനുള്ള ചോറ് ആ ഹവിസ് തൂഷനിലയിൽ നിരത്തി വെക്കും. തുടർന്ന് ഇത് 3ആയിട്ട് പകുത്ത് ഓരോന്നിലും ഉണക്കലരി, എള്ള്, മഞ്ഞൾ എന്നിവയുടെ പൊടി വിതറും. 3 തരത്തിലുള്ള ഹവിസ് സത്വരജസ് തമോ ഗുണങ്ങളുടെ സൂചകങ്ങളാണ്. പിന്നീട് ഹവിസ് പൂജ നടത്തുന്നു. ഇതിന് മൃദംഗത്തോടും മദ്ദളത്തോടും രൂപസാദൃശ്യമുള്ള മരം എന്ന വാദ്യവും ശംഖ്, ചേങ്ങില എന്നിവയും ചേർത്തുള്ള മരപ്പാണി കൊട്ടി ബലി ദേവതകളെ ഉണർത്താണ്. ഇതിനെല്ലാം ശേഷമാണ് ബലി തൂകുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ബലി തൂകൽ. ആദ്യഘട്ടത്തിലെ ശ്രീകോവിലെ ദ്വാരപാലകര്, ദേവവാഹനം ഇവിടെ ഗരുഡനാണ്, പിന്നെ അഷ്ടദിക്പാലകര്, ബ്രഹ്മാവ്, സപ്തമാതൃക്കൾ, ഗണപതി, വീരഭദ്രൻ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗാദേവി, അനന്തൻ, നിർമാല്യധാരി ഇവിടെ വിശ്വക്സേനനാണ് നിർമാല്യധാരി എന്നിവർക്ക് ഓരോരുത്തർക്കായിട്ട് ബലി തൂകാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ സപ്തമാതൃക്കൾക്കും ഗണപതിക്കും വീരഭദ്രനും വിശേഷാൽ ബലി തൂകുന്നുണ്ട്. ഈ സമയത്താണ് ഭക്തർക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനം അനുവദിക്കാം. അപ്പോഴത്തെ ദർശനം എന്ന് പറയുന്നത് അതിവിശേഷമാണ്. വളരെ സമയമെടുത്താണ് ആ സമയത്ത് സപ്തമാതൃക്കളുടെ ബലി നടത്തുന്നത്. ഇതിന് ശേഷം നാലമ്പലത്തിനകത്ത് പുറത്തേക്ക് എഴുന്നള്ളിച്ച് അവിടെ ബലി തൂകാനായിട്ട് തുടങ്ങാണ്. ഈ സമയം ഭഗവാനെ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. ഇനി ഇതിന് ശേഷം പുറത്തുള്ള ഓരോ ബലിക്കല്ലിലും ബലി തൂകാൻ തുടങ്ങും. എഴുന്നള്ളിപ്പ് വടക്ക് ഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരു ബലിക്കല്ലായി വാഴുന്ന ക്ഷേത്രപാലകന് പാത്രത്തോടുകൂടി ബലി തൂകുന്ന ചടങ്ങുണ്ടാവും. ഇതിനെല്ലാം ശേഷം ക്ഷേത്രത്തിൽ കൊടിമരത്തിന് മുന്നിലുള്ള വലിയ ബലിക്കല്ലിലും ബലി തൂകുന്നതോടെ ഉത്സവ ബലി സമാപിക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉത്സവ ബലി നാളിൽ ഗുരുവായൂരിൽ ഒരു ജീവി പോലും പട്ടിണി കിടക്കരുതെന്നാണ് വിശ്വാസം. അതിനാൽ ക്ഷേത്രത്തിൽ വരുന്ന പക്ഷിമൃഗാദികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ട്. ഇനി 9ാം ദിവസമാണ് വിശേഷമായിട്ടുള്ള പള്ളിവേട്ട. രാത്രിയിൽ ഭഗവാന്റെ വിശേഷമായിട്ടുള്ളൊരു ചടങ്ങാണ് പള്ളിവേട്ട. അപ്പം തൻ്റെ അതിർത്തിയിലുള്ള സകല തിന്മകളെയും ഭഗവാൻ കീഴടക്കുന്നു എന്ന സങ്കല്പത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് പള്ളിവേട്ട. പള്ളിവേട്ടയ്ക്ക് മുന്നോടിയായിട്ട് ഭഗവാൻ നഗരപ്രദക്ഷിണം നടത്തുന്നുണ്ട്. ഭഗവാൻ ഉത്സവത്തിനിടയ്ക്ക് ആദ്യമായിട്ട് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത് നഗരപ്രദക്ഷിണത്തിനാണ്. ഉത്സവകാലത്ത് എല്ലാ കേരളീയ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്ന ചടങ്ങാണ് പള്ളിവേട്ടയെങ്കിലും ഗുരുവായൂരിലെ പള്ളിവേട്ടയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പുറത്തുള്ള പറമ്പിലോ അതുപോലെ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ, പ്രധാനമായിട്ടും പന്നിയുടെ ആയിരിക്കും, രൂപത്തിലാണ് അമ്പെയ്യുന്നത്. അങ്ങനെയുള്ള ചടങ്ങാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ. പക്ഷെ ഗുരുവായൂരിൽ ഭക്തർ തന്നെ വന്യമൃഗങ്ങളുടെ വേഷം കെട്ടി വരുന്നതാണ് ചടങ്ങ്. സന്ധ്യയ്ക്ക് പഴുക്കാ മണ്ഡപത്തിലെ ദീപാരാധന കഴിഞ്ഞ് ഗ്രാമപ്രദക്ഷിണം തുടങ്ങായി. ദീപാരാധന കഴിഞ്ഞാൽ ഉത്സവത്തിടമ്പ് സ്വർണ്ണക്കോലത്തോട് കെട്ടിവെച്ച ശേഷം ആനപ്പുറത്ത് കയറ്റും. പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാനെ ഭക്തർ നിറപറയും നിലവിളക്കം കാണിച്ച് സ്വീകരിക്കും. തുടർന്ന് ആനപ്പുറത്ത് സ്വർണ്ണക്കോലമേന്തി നഗരപ്രദക്ഷിണം തുടങ്ങായി. വാളും പരിചയം അണിഞ്ഞിട്ടുള്ള കൃഷ്ണനാട്ടം കലാകാരന്മാർ വിശേഷാൽ ചുവടുകളോടെ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നുണ്ട്. ഈ സമയത്ത് പാണ്ടിമേളാണ് കൊട്ടുന്നത്. ഒപ്പം നാദസ്വരം ഉണ്ടായിരിക്കും. ഭക്തരുടെ ഭജനകളും കൂടിയാവുമ്പോൾ നഗരപ്രദക്ഷിണം പൂർണ്ണമാവുകയാണ്. ഗുരുവായൂർ പരിസരം മുഴുവൻ ചുറ്റി അടുത്തുള്ള ക്ഷേത്രങ്ങളിലെയും വീടുകളിലെയും വരവേൽപ്പുകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുമ്പോഴേക്കും ഏകദേശം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ഷേത്രം അതിലകത്ത് കൂടിയുള്ള പ്രദക്ഷിണം കഴിഞ്ഞ് നഗരപ്രദക്ഷിണം പൂർത്തിയാക്കുന്നതോടുകൂടി പള്ളിവേട്ടയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അപ്പം ക്ഷേത്രത്തിലെ കഴകക്കാരനായിട്ടുള്ള പുതിയടത്ത് പിഷാരടി പന്നി മാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും 3 പ്രാവശ്യം ഉറക്കെ. ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മൃഗവേഷധാരികളായിട്ടുള്ള ഭക്തരെല്ലാവരും കൂടി ആർപ്പ് വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും. തുടർന്ന് ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളി അവരെ പിന്തുടരും. 9 പ്രദക്ഷിണാണ് പള്ളിവേട്ടയ്ക്ക് ഉണ്ടാവാറുള്ളത്. വാദ്യമേളങ്ങളൊന്നും ഇല്ലാതെയാണ് പള്ളിവേട്ടയ്ക്ക് പുറത്ത് അവസാന പ്രദക്ഷിണത്തിലെ ഭഗവത് പ്രതിനിധിയായിട്ടുള്ള കീഴ്ശാന്തി പന്നിയെ അമ്പെയ്ത് വീഴ്ത്തും. ചത്ത പന്നിയെ കമ്പിൽ കെട്ടി കൊണ്ടുപോകുന്നതോടെ പള്ളിവേട്ട സമാപിക്കുകയായി. ഇതിനുശേഷം വാദ്യമേളങ്ങളോടുകൂടി എഴുന്നള്ളുന്ന ഭഗവാനെ നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ശയ്യയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് ഗ്രാമപ്രദക്ഷിണവും പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് അവശനായിട്ടുള്ള ഭഗവാൻ മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നു എന്നാണ് സങ്കല്പം. ഈ സമയം ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ബഹളങ്ങളും താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ്. ഭഗവാന്റെ ഉറക്കത്തിന് ഒരു തരത്തിലും ഭംഗം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ഭക്തരെല്ലാവരും ക്ഷേത്രത്തിൽ വളരെ സൈലൻ്റ് ആയിട്ട്, മാത്രമല്ല നിത്യേന അടിക്കുന്ന മണി പോലും, നാഴികമണി പോലും ഈ സമയത്ത് കെട്ടിവെക്കും. അബദ്ധത്തിൽ പോലും അത് ശബ്ദിക്കാൻ പാടില്ല അത്രേ. ഈ സമയം തന്നെ ക്ഷേത്രം ശാന്തിക്കാർ പിറ്റേന്ന് ഭഗവാന് കണി കാണുന്നതിനുള്ള വസ്തുക്കൾ ഒരുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. ഇക്കൂട്ടത്തിൽ ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്ന ഒരു പശു ഉണ്ടായിരിക്കും. അങ്ങനെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഭഗവാന്റെ പള്ളി ഉണർത്തലാണ്. നടക്കിരുത്തിയ പശുവിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഭഗവാൻ പള്ളി ഉണരുന്നത്. തുടർന്ന് കണിക്കോപ്പുകൾ കൂടി കണി കണ്ട ശേഷം ക്ഷേത്ര ചടങ്ങുകളൊക്കെ തുടങ്ങുമായിരിക്കും.
അന്ന് രാത്രിയാണ് ഉത്സവ സമാപനമായിട്ടുള്ള ആറാട്ട് നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള രുദ്രതീർത്ഥ കുളത്തിൽ തന്നെയാണ് ആറാട്ട്. ഉഷപൂജയും എതിരേറ്റ് പൂജയും ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളും അന്നേ ദിവസം ഉണ്ടാവാറുണ്ട്. ഗുരുവായൂരപ്പന്റെ പഞ്ചലോഹ വിഗ്രഹമാണ് അന്ന് എഴുന്നള്ളിക്കുന്നത്. ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. ഉച്ചവരെ സാധാരണ പോലുള്ള ചടങ്ങുകളൊക്കെ നടക്കും. വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് ഭഗവാൻ നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങുന്നു. തലേന്നത്തെ പ്രദക്ഷിണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ധാരാളം നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഭഗവാനോട് അകമ്പടി സേവിക്കുന്നുണ്ടായിരിക്കും. പിന്നെ പുരാണങ്ങളിലെ വിവിധ സംഭവങ്ങൾ നിശ്ചല ദൃശ്യങ്ങളായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ അതിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടായിരിക്കും ആറാട്ട് നാളിൽ നഗരപ്രദക്ഷിണം നടത്താം. ഉത്സവകാലത്ത് പഞ്ചവാദ്യം ഉപയോഗിക്കുന്ന ഏക അവസരം ഇതാണ്. പിന്നെ ക്ഷേത്രങ്ങളും വീടുകളും മുഴുവൻ കയറിറങ്ങി സ്വീകരണം മുഴുവൻ ഏറ്റുവാങ്ങിയ ശേഷം പ്രദക്ഷിണം രുദ്രതീർത്ഥ കുളത്തിൻ്റെ വടക്കേ കരയിലെ അത്താണിക്കല്ലിനടുത്തെത്തുമ്പോൾ പെട്ടെന്ന് വാദ്യമേളങ്ങളൊക്കെ നിർത്തും. പണ്ടൊരു ആറാട്ട് നാളിൽ അത്താണിക്കല്ല് നിൽക്കുന്ന ഭാഗത്ത് വെച്ച് അതിക്രൂരായിട്ട് കൊല ചെയ്യപ്പെട്ട തൻ്റെ വിശ്വസ്ത ഭക്തനും കഴകക്കാരനുമായിരുന്ന കണ്ടിയൂർ പട്ടത്തെ നമ്പീശന്റെ സ്മരണ ഭഗവാൻ പുതുക്കുന്നു എന്നാണ് സങ്കല്പം. ഈ സമയം നമ്പീശന്റെ അനന്തരാവകാശികളിൽ ചിലർ അവിടെ എത്തുകയും തങ്ങൾക്ക് സങ്കടമില്ല എന്ന് അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടരും. തുടർന്ന് ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള വാതിലിലൂടെ വിഗ്രഹം ആറാട്ട് കടവിലേക്ക് എത്തും. ഈ സമയമാവുമ്പോഴേക്കും നിരവധി ഭക്തർ ആറാട്ട് മുങ്ങാനായിട്ട് കടവുകളിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരിക്കും. ആറാട്ട് കടവിൽ പ്രത്യേകം ഒരുക്കി വെച്ച പീഠത്തിൽ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന തന്ത്രി തുടർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയ സകല തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങ് നടത്തും. തുടർന്ന് തമ്പ്രാൻപടിക്കൽ കിട്ടയുടെ പിന്മുറക്കാർ കൊണ്ടുവന്ന ഇളനീരും മഞ്ഞൾപ്പൊടിയും കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത ശേഷം വിഗ്രഹവുമായിട്ട് തന്ത്രിയും മോദിക്കന്മാരും മേൽശാന്തിയും കീഴ്ശാന്തിമാരും 3 വട്ടം മുങ്ങുന്നു. ഭഗവത് സാന്നിധ്യം കൊണ്ട് പവിത്രമായിട്ടുള്ള ജലത്തിൽ ഭക്തരും മുങ്ങി നിവർന്ന് പുണ്യം നേടുന്നു. തുടർന്ന് എല്ലാവരും വസ്ത്രം മാറി തിരിച്ചെഴുന്നള്ളുന്ന ഭഗവാനെ ഭക്തർ നിറപറയും നിലവിളക്കം നൽകി സ്വീകരിക്കുന്നു. അതിനുശേഷം ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ ഭഗവാന് ഉച്ചപൂജ. വർഷത്തിലൊരിക്കൽ തൻ്റെ സഹോദരിയായ ഇടത്തരികത്തുകാവിൽ അമ്മയെ കാണാമെന്ന് ഗുരുവായൂരപ്പൻ വാക്കുകൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ സ്മരണയ്ക്കാണ് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവാന് പൂജ നടത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ശ്രീലകത്തിന് പുറത്ത് ഭഗവാൻ ഉച്ചപൂജ നടത്തുന്ന ഏക അവസരവും ഈ സമയത്ത് മാത്രമാണ്. അതിനുശേഷം ക്ഷേത്രത്തിന് ചുറ്റും 11 പ്രാവശ്യം ഓട്ടപ്രദക്ഷിണം. അവസാനം കൊടിമരത്തിൽ നിന്ന് കൊടിയിറക്കുന്നതോടെ ഉത്സവം സമാപിക്കുകയാണ്. കലശം തുടങ്ങിക്കഴിഞ്ഞാൽ ആറാട്ട് കഴിയണ വരെയും 19 ദിവസം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും നാലമ്പലത്തേക്ക് ഈ സമയത്തൊന്നും പ്രവേശനമില്ല. കാരണം ഗുരുവായൂരിലെ ഉത്സവത്തോടനുബന്ധിച്ച് വലിയ താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും വെടിക്കെട്ട് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഒരു കതിനവെടി പോലും ക്ഷേത്ര പരിസരത്ത് കാണാനുണ്ടാവില്ല. കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന സ്വയം കുട്ടിയായിട്ടുള്ള ഗുരുവായൂരപ്പന് അവരെ ഭയപ്പെടുത്തുന്ന ഒന്നും ക്ഷേത്ര പരിസരത്ത് ഉണ്ടാവരുതെന്നാണ് വിശ്വാസം. ഇനി കൊച്ചു കുട്ടികളെ കടത്താത്തത് അശുദ്ധിയൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ്. പിന്നെ അതുപോലെ കൊടിയേറ്റം, കാഴ്ചശീവേലി, ഗ്രാമപ്രദക്ഷിണം, പള്ളിവേട്ട, ആറാട്ട് തുടങ്ങിയ അവസരങ്ങളിൽ ചില്ലറ കരിമരുന്ന് പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇതൊക്കെയാണെങ്കിലും യാതൊരു കുറവും കൂടാതെയാണ് ഉത്സവം നടത്തിപ്പോരുക. ഉത്സവത്തിനോടനുബന്ധിച്ച് അനവധി കലാകാരന്മാര് ശാസ്ത്രീയ സംഗീതം, നൃത്തം, ഗാനമേള, കഥകളി, തുള്ളൽ അങ്ങനെ പലതരത്തിലുള്ള കലാപരിപാടികളെല്ലാം ഇതിനോടനുബന്ധിച്ച് നടത്താറുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, അതുകൂടാണ്ട് പൂന്താന ഓഡിറ്റോറിയത്തിലൊക്കെ കലാപരിപാടികൾ നടത്തി വരാറുണ്ട്. അങ്ങനെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവ ചടങ്ങുകൾ വളരെ ഗംഭീരമായിട്ട് അവിടെ സമാപിക്കുകയാണ് ഈ ഒരു ആറാട്ടോട് കൂടിയിട്ട്. ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗുരുവായൂരിൽ 10 ദിവസത്തെ ഭക്തി, പാരമ്പര്യം, ആത്മീയ ഊർജം എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ശക്തമായിട്ടുള്ള സഹസ്രകലശാചാരങ്ങൾ മുതൽ മഹത്തായിട്ടുള്ള ആറാട്ട് സമാപനം വരെ ഓരോ നിമിഷവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തെയാണിത് പ്രതിഫലിപ്പിക്കുന്നത്. ഭക്തർക്കും സാംസ്കാരിക സഞ്ചാരികൾക്കും ഒരുപോലെ ഗുരുവായൂർ ഉത്സവം ഒരു ഉത്സവത്തേക്കാൾ കൂടുതൽ അത് വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ക്ഷേത്ര പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രോത്സവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് എല്ലാവരും ഗുരുവായൂരിൽ എത്തിച്ചേരാം. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ആറാട്ടോട് കൂടിയിട്ട് ഉത്സവം സമാപിക്കുകയാണ്. 28-ാം തീയതിയാണ് കൊടിയേറിയത്. അപ്പോൾ അതിനുശേഷമുള്ള 10 ദിവസം, ആ ഒരു 10 ദിവസത്തോടെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കഴിയാവുന്ന എല്ലാ ഭക്തരും ക്ഷേത്രത്തിലെത്തുക, ഈ ഉത്സവത്തിൻ്റെ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കുക, കഞ്ഞി കുടിക്കുക. അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഭഗവാന്റെ ആ ഒരു
എന്താ നമുക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആ ഒരു കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത് അല്ലേ. ഒത്തിരി സന്തോഷമാണ് നമുക്കതൊക്കെ ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉത്സവത്തിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാം, ആറാട്ട് മുങ്ങുക. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഭക്തരായിട്ടുള്ള എല്ലാവരും സുകൃതികളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഉത്സവം കൂടാൻ സാധിക്കട്ടെ. എല്ലാവരും കഴിയാവുന്നവരെല്ലാം ഉത്സവത്തിന് വരിക. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.